ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനും എൻ്റെ ഫാമിലിയും ഒരു വൺ ഡേ ടൂറിന് പോവാണ് കേട്ടോ. ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് തൃശ്ശൂരിൽ പോകണമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ നമ്മൾ ലൊക്കേഷൻ മാറ്റിയിട്ട് മൈസൂരിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒരു 6-5 ആയപ്പോഴായിരുന്നു നമ്മളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ നല്ല നേരത്തെ തന്നെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ കയറി അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പുമായിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ സമയം 7:34 ഒക്കെ ആയി. അങ്ങനെ അവസാനം നമ്മളൊരു നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടോ. ഈ ഒരു റെസ്റ്റോറൻറ്റ് അകത്തും പുറത്തും നല്ലൊരു അടിപൊളി വ്യൂ ആണ്. അടിപൊളി വ്യൂ മാത്രമല്ല, അടിപൊളി ഫുഡുമാണ്. അങ്ങനെ ഞങ്ങൾ ഒരു നല്ല വ്യൂ കാണാൻ പറ്റുന്ന ആ ഒരു സ്ഥലത്തായിരുന്നു, ആ റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു ഭാഗത്തായിരുന്നു നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളത്. ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പുറത്ത് കാണിച്ചില്ല, ഇനി ഞാൻ ഉള്ളിലും കൂടെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ഞാൻ നെയ്റോസ്റ്റ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. നെയ്റോസ്റ്റിൻ്റെ കൂടെ ഈ ഒരു സാമ്പാറും അതുപോലെ തന്നെ 2 ചട്നികളും കിട്ടി. എനിക്ക് ഈ ഒരു ദോശൻ്റെ കൂടെ സാമ്പാറാണ് കഴിക്കാൻ, ദോശൻ്റെ കൂടെ സാമ്പാർ കൂട്ടാനാണ് ഇഷ്ടം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മളുടെ ജേർണി കണ്ടിന്യൂ ചെയ്തിട്ടോ. അപ്പോൾ നമ്മൾ മൈസൂരിലേക്ക് പോകുന്ന വഴി നമ്മൾ കുറച്ച് നേരം കാട്ടിലൂടെയൊക്കെയാണല്ലോ പോകേണ്ടത്. അങ്ങനെ നമ്മൾ കാടൊക്കെ പ്രവേശിച്ചു. നമ്മൾ ഈ നടുവിലൂടെ ആ ഫുൾ ചുറ്റുവട്ടം കാട് തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ഒരു വലിയ കാട്. നമ്മൾ ആ റോട്ടിൽ കൂടെ പോകുമ്പം നല്ലൊരു രസമായിരുന്നു. ഫുൾ വ്യൂ കാട്, നമ്മൾ ആ കൂടെ പോകുമ്പോൾ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ കാട്ടിലൂടെയൊക്കെ പോയി. പിന്നെ നമ്മൾ സൺറൂഫൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ സൺറൂഫിൻ്റെ മേലേക്ക് ഞാൻ പോവാൻ കുറേ നോക്കി. അങ്ങനെ ഞാൻ സൺറൂഫിൻ്റെ മേലെ പോയി. നല്ല കോൾഡ് വിൻഡൊക്കെ ഉണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റ്. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം നിന്നപ്പം തലയും കുത്തി വീണു. പക്ഷേ പിന്നെയും ഞാൻ നിന്നു, പിന്നെ ഞാൻ വീണിട്ടില്ല. നല്ല കുറേ നേരം അവിടെ തന്നെ നിന്നാൽ നല്ല തണുത്ത കാറ്റും ആ നല്ല വ്യൂ ഒക്കെ ആയിട്ട് സൺറൂഫിൻ്റെ മേലെ നിൽക്കാൻ എന്ത് രസമായിരുന്നു എന്നറിയാം. അങ്ങനെ ഞാൻ കുറേ നേരം സൺറൂഫിൻ്റെ മേലെ തന്നെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നുള്ളത്. നമ്മൾ ആനകളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ആനകൾക്ക് മൂടില്ല എന്ന് തോന്നുന്നു, കാരണം ആനകളൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ആ സൺറൂഫിൻ്റെ മേലെ തന്നെയായിരുന്നു മിക്ക ടൈമും. അങ്ങനെ നമ്മൾ ഒരു ഗാർഡൻ കണ്ടു കേട്ടോ. ആ കുറേ ഡിഫറെൻറ്റ് പൂക്കളൊക്കെ ആയിട്ടുള്ള ഒരു ഗാർഡനെ കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്തേക്കൊന്നും പോയിട്ടില്ല. നമ്മൾ കാർ തന്നെ കുറച്ച് നേരം അവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു. ഇനി നിങ്ങൾ കാണുക. പറയുന്നത് സമമെന്നത് താങ്ങുന്നത് തലക്കുള്ളിൽ വെളിവുള്ളത് ഭാര്യന്റെ എല്ലാം പടച്ചോട്ടൊരു പടപാണത് മുന്ന് ജാതി മറക്കേണ്ടത് കത്തിച്ചിട്ടിന്റെ ചൊട്ടില് മുട്ടകത്തൊരു മാല ചിന്നരോല് മാനന്റെ കല്ലില് അന്തം ചെഞ്ചൊരു നെഞ്ചുള്ള ഉണന്ന് പത്തി കിട്ടാവിന്റെ ചൊട്ടിലവും എഴുതുന്നൊരു രാവ്. കുറേ നേരം ഡാൻസൊക്കെ കളിച്ച് അവസാനം നമ്മൾ മൈസൂരിലെത്തി. സമയം പോയത് തീരെ അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ, ഡാൻസൊക്കെ കളിച്ച്. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ മൈസൂരിലെത്തിയപ്പം നമ്മൾ ആദ്യം തന്നെ മൈസൂർ പാലസിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നുള്ളത്. നമ്മൾ മൈസൂർ പാലസ് എന്തായാലും കാണണ്ടേ, അതിൻ്റെ അകത്തും പുറത്തും കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ. എനിക്ക് മൈസൂർ പാലസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിൻ്റെ അകത്ത് വളരെ കുറച്ച് വീഡിയോസ് എടുക്കാൻ മാത്രം പറ്റിയിട്ടുള്ളൂ കേട്ടോ, വളരെ കുറച്ച്. അത് ഞാൻ നന്നായിട്ട് എടുത്തിട്ട് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ആ ഡോസും അതൊക്കെ കാണാനായിട്ട് എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ. അങ്ങനെ അവസാനം നമ്മൾ കുറേ നേരം ആ മൈസൂർ പാലസിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കുറേ നേരം നമ്മൾ മൈസൂർ പാലസിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ലഞ്ച് ടൈം ആയപ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി.
മൈസൂരിൽ തന്നെയുള്ള ഒരു നല്ല റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അതിൻ്റെ കുറച്ച് അടുത്ത് തന്നെയായിട്ട് ഫ്രൂട്ട് ബേ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രൂട്ട് ബേയിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടൊരു സ്വീറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം നമുക്ക് ഫ്രൂട്ട് സലാഡായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളത്. പിന്നെ ഗുലാബ് ജാമുൻ്റെ ഫലൂദയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളത്. അങ്ങനെ അവസാനം എൻ്റെ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഹണി കേക്കായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഹണി കേക്കൊക്കെ കഴിക്കാനായിട്ട്. ഹണി കേക്ക് കഴിക്കുന്നതിൻ്റെ ഇടയിലൂടെയായിരുന്നു നമുക്ക് പാലട കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളത്. ഇവിടെ ഓണം സ്പെഷ്യലായിട്ട് പാലട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പാലട വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പാലടക്ക്. പിന്നെ ഞാൻ എൻ്റെ ഹണി കേക്ക് കണ്ടിന്യൂ ചെയ്തു. ഓണം സ്പെഷ്യലിന് പാലട ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഇത് കണ്ടപ്പോഴായിരുന്നു നമ്മൾ പാലട വാങ്ങിയത്. അപ്പോഴേക്കും ഇതൊക്കെ കഴിയാനായി. അങ്ങനെ നമ്മൾ ഫ്രൂട്ട് ബേയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയത് ബൃന്ദാവൻ ഗാർഡനിലായിരുന്നു. മൈസൂരത്തെ ബൃന്ദാവൻ ഗാർഡനാണ് കേട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ല. അടിപൊളി ഗാർഡനായിരുന്നു. നല്ല വ്യൂ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഗാർഡൻ്റെ നടുവിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പം അപ്പുറത്തിപ്പുറത്തൊക്കെ ചെടികളായിട്ട് നല്ല നല്ല രസമുള്ള ചെടികളും അതിൻ്റെ നടുവിൽ കൊണ്ട് നടക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പിന്നെ അതാ അപ്പുറത്തെ വാട്ടർഫോൾ ഉണ്ട് കണ്ടോ, അതാ അപ്പുറത്തെ വാട്ടർഫോൾ ഉണ്ട്. പിന്നെ നമ്മളിതാ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നടക്കാണ് കേട്ടോ. ഇതെന്ന് പറയുമ്പം ഈ ചെടികളൊക്കെ തൂങ്ങി നിന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ എന്ത് രസമാണെന്നറിയോ. അത് നല്ലൊരു വ്യൂ തന്നെയായിരുന്നു അവിടെയൊക്കെ. പിന്നെ നമ്മൾ വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് പോവായിരുന്നു. വാട്ടർഫോൾ എന്ന് പറയുമ്പം ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പം ഇവിടെ നല്ല കാറ്റുണ്ടാകുന്ന സമയത്ത് ആ വാട്ടർഫോളിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ വാട്ടർ തെറിക്കും കേട്ടോ. നല്ലവണ്ണം തെറിക്കും. പോകാൻ നേരത്തെ ഞാൻ നന്നായിട്ട് നനഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ മേലേക്ക് മഴ വരില്ല, സാധാ മഴയല്ല, കുറച്ചൊന്ന് ഹെവി ആയിട്ട്, വളരെ കുറച്ച് ഹെവി റെയിനായിട്ട് അങ്ങനത്തെ മഴ നമ്മളെ മേലേക്ക് വരുന്ന പോലെയാണ്. ഞാൻ കുറച്ചൊക്കെ നനഞ്ഞിരുന്നു പോകാൻ നേരത്ത്. അങ്ങനെ ഞാൻ ഇതന്നെ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ്. നന്നായിട്ട് തെറിക്കുന്നുണ്ടായിരുന്നു, കാണുന്ന പോലെയല്ല. അങ്ങനെ ഈ ഒരു ഗാർഡനിൽ നിന്ന് ഞാൻ ഒരു ഡാൻസ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗാർഡനിൽ നിന്നായിരുന്നു കേട്ടോ ഞാനൊരു ഡാൻസ് വീഡിയോ എടുത്തത്. ആ ഡാൻസ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല, പക്ഷേ സൂൺ ഞാൻ യൂട്യൂബിലിടും. സോ സ്റ്റേ ട്യൂൺഡ്. ഞാൻ അത് യൂട്യൂബിൽ ഇട്ടിരിക്കും ആ ഡാൻസ് വീഡിയോ. പിന്നെ ദാ ഇവിടെയൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവരവിടെ പണിയെടുക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഡാൻസ് വീഡിയോ എന്തായാലും ഇവിടെ നിന്ന് എടുത്താണ് പെട്ടെന്ന് വരും കേട്ടോ. പിന്നെ ദാ ഈ മേലേക്ക് പോയിട്ട് അതിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. ആ വാട്ടർഫോളും ആ ചെടികളൊക്കെ ആയിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ പിന്നെ പോയി, കാരണം ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ പ്ലേ ഗ്രൗണ്ടിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നുള്ളത്. ഞാൻ ഊഞ്ഞാലൊക്കെ ആടിയിരുന്നു. പക്ഷേ ഞാൻ കുറേ റൈഡ്സിൽ പോയ ആ ഒരു വീഡിയോസ് അറിയാതെ ഡിലീറ്റായിപ്പോയി. ആകെ ഒരൊറ്റ വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ